സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് അന്തിമ രൂപമായതോടെ പുതിയ ഊർജ്ജത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. സലീം മാലിക കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. പറയൂ, വിശദാംശങ്ങൾ, അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ? ഏറെ ദീർഘമായൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവാണ് ഇത്തവണ കേരളത്തിൽ ലഭിച്ചത്. വലിയ നിലയിൽ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം തന്നെ വലിയ നിലയിൽ ആ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് ആവേശ പാരമ്യത്തിലാണുള്ളത്. ഇനി വെറും 18 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഉള്ളത് എന്നുള്ളത് മാത്രമല്ല, ഇന്നലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതോടുകൂടി സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുകൂടി അന്തിമ ചിത്രമായി. 194 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ കേരളത്തിലാകെ മത്സരത്തിനിറങ്ങുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട മുന്നണികളുമായുള്ള സ്ഥാനാർത്ഥികൾ, പലയിടങ്ങളിലും ത്രികോണ മത്സരങ്ങൾ, അങ്ങനെ ആവേശ പ്രചരണമാണുള്ളത്. അതിൽ ഈ സർക്കാരിനെതിരായ ആരോപണങ്ങളുമായി UDF-ഉം BJP-യും രംഗത്തുള്ളപ്പോൾ പ്രതിപക്ഷത്തിനെതിരെയും പ്രതിപക്ഷത്തിന്റെ പ്രകടന പത്രികയ്ക്കെതിരെയും മാത്രമല്ല നിലവിലെ MP-മാർക്കെതിരെയും ഒക്കെയാണ് LDF-ന്റെ പ്രചരണം. BJP ആകട്ടെ 2 സ്ഥലങ്ങളിൽ ത്രികോണ മത്സരം പരമാവധി വിജയം കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ്. മാത്രമല്ല, ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ പരാതി പ്രളയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും, തിരുവനന്തപുരത്തെ എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ പരാതി വീതം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കൗതുകം, രാജീവ് ചന്ദ്രശേഖർ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ നൽകിയ ഒരു പരാതി. ആ പരാതി ഇല്ലാത്ത ആരോപണം ശശി തരൂർ തനിക്കെതിരെ ഉപയോഗിക്കുന്നു, വോട്ട് വാങ്ങാനായി പണം നൽകുന്നു എന്നുള്ളൊരു പരാതിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. ആ പരാതിയിന്മേലാണ് UDF-ന്റെ പരാതി. ഇന്നലെ UDF നൽകിയ പരാതി, രാജീവ് ചന്ദ്രശേഖർ നൽകിയ പരാതിയിൽ കേന്ദ്രമന്ത്രി എന്ന് കാണിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രിയുടെ ലെറ്റർ പാടിലാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ്, അധികാര ദുർവിനിയോഗമാണ് എന്ന് കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ നിലയിൽ ഓരോ മണ്ഡലങ്ങളിലും അതത് പ്രാദേശിക വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയായി വരികയും ചെയ്തത്. ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന വിഷയങ്ങളും മുന്നണികൾ ചർച്ചയാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സലീം മാലിക്. വിപിൻ MK ചോദിക്കുന്നു, കേരള സ്റ്റോറിയെ ആളുകൾ എന്തിനാണ് ഭയക്കുന്നതെന്ന് ചോദിക്കുന്നു. ആ സിനിമ ഞാനും കണ്ടതാണ്, എന്താണ് അതിൽ തെറ്റായി പറയുന്നത് എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ആ സിനിമ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സിനിമ കൊണ്ട് മാത്രം ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. അത്തരമൊരു കലാപരിപാടിയൊന്നും നടത്തിയിട്ടൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.